ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ തലയാട് എട്ടിയിൽ സിബി ചെറിയാനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത ശുശ്രൂഷകളെയും ദൈവാനുഭവങ്ങളെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സിബിച്ചനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിബിച്ചനെ സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിബി എന്നാണ്, സിബി ചെറിയാൻ. വീട്ടുപേര് എട്ടിയിൽ നിന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ തലയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പപ്പായുണ്ട്, അമ്മയുണ്ട്. ഞാൻ മൂത്ത മകനാണ്. 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഭാര്യ അനു, മൂത്ത മകള് മരിയ. അവൾ ജസ്റ്റ് ഇപ്പം നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത്തെ ആൾ ടെസ്സ +2 കഴിഞ്ഞു. അവളിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ ഇപ്പോഴും ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആൾ അന്ന നേഴ്സിങ്ങിന് പഠിക്കുന്നു. കോട്ടയത്താണ് പഠിക്കുന്നത്. 4ാമത്തെ ആൾ ഇസ +1 പഠിക്കുന്നു. ഇവിടെ കല്ലാനോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിക്കുന്നത്. രോജിൻ്റെ ബാല്യകാലം ഒന്ന് ഓർത്ത് പറയാമോ? ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് 1 തൊട്ട് 4ാം ക്ലാസ് വരെ ഇവിടെ തലയാട് ALP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 5ാം ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ വരെ ഞാൻ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഇവിടെ കല്ലാനോട്, ഇവിടെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. പിന്നെ കോളേജ് ജീവിതം ഒക്കെ കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിലായിരുന്നു. പിന്നെ ഡിഗ്രിയും കോഴിക്കോട് തന്നെയായിരുന്നു ഞാൻ പഠിച്ചതെന്ന്. പിന്നെ ഞാൻ ബാംഗ്ലൂർ 2 വർഷം ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് ഈ സംഗീതത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നത്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ പാട്ടൊക്കെ പാടുമായിരുന്നു. ഇങ്ങനെ 1ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ നമ്മുടെ ഉള്ള സിസ്റ്റേഴ്സും ഒക്കെ നമ്മളെ പാട്ട് പാടുന്നത് കൊണ്ട് നമ്മളെ പാട്ട് പാടാൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ മത്സരത്തിനൊക്കെ വിടുകയും പിന്നെ നമ്മുടെ ഈ മിഷലീൻ്റെ അങ്ങനെയുള്ള മത്സരങ്ങൾക്കും ഒക്കെ ഞാൻ പോകുമായിരുന്നു. പാട്ടുകൾ ഞാൻ പാടുമായിരുന്നു. പിന്നെ വീട്ടിലെല്ലാം ഒരു പ്രാർത്ഥന അന്തരീക്ഷമുള്ള ഒരു കുടുംബമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ദൈവം പിന്നീടുള്ള ജീവിതത്തിലെല്ലാം അതൊക്കെ നന്മയാക്കി മാറ്റി എന്നുള്ളതാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ഈ ഒരു മാതാപിതാക്കളുടെ ഒരു സന്ദേശവും അവരുടെ ഒരു കരുതലും ഒക്കെ മുന്നോട്ടുള്ള ജീവിതത്തിന് എപ്പോഴും ഒരു സംരക്ഷണം പോലെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴും ഒക്കെ വഴിതെറ്റാവുന്ന ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആണ് ഞാനൊരു ധ്യാനത്തിനൊക്കെ പോയത്. അപ്പം ആ ഒരു സമയത്ത് തന്നെ തമ്പുരാൻ എനിക്ക് ഈ ഒരു ദൈവിക വഴിയിലേക്ക് ചരിക്കുവാനായിട്ട് പറ്റിയെന്നാണ്. ധ്യാനത്തിന് നവീകരണ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റിയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരു വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ഒന്നും പോകാൻ ദൈവം അവസരം തന്നില്ല. സിബിച്ചൻ ഒരു നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എപ്പോഴായിരുന്നു? നവീകരണ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത് ശരിക്കും ഞാൻ പ്രീ ഡിഗ്രി, ഞാൻ പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ധ്യാനമൊക്കെ കൂടുന്നത്. അതിനുശേഷം 3 വർഷം ഡിഗ്രിയുടെ സമയത്തെല്ലാം ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കുറേശ്ശെ ഞാൻ വന്നുകൊണ്ടിരുന്നു. അതായത് ഉച്ച കഴിഞ്ഞ ശേഷം, ഉച്ചവരെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ക്ലാസ്സുകളൊക്കെ. ഉച്ച കഴിഞ്ഞ ശേഷം ഞാൻ ഫ്രീയാണ്. അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അന്ന് ഈ ചാർട്ട് പേപ്പറിൽ ഞാനിങ്ങനെ വചനം എഴുതുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വികാരിച്ചൻ ഫാദർ സൈമൺ വള്ളോപ്പിള്ളായിരുന്നു അന്ന് ജീസസ് യൂത്തിൻ്റെ ആനിമേറ്ററായിരുന്നു കോഴിക്കോട് സോണിൻ്റെ. അപ്പോൾ അച്ഛനത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയും
ഞായറാഴ്ചകൾ തലേ ദിവസം ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വചനം എഴുതി ഇങ്ങനെ ഈ ദേവാലയത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പം അതങ്ങനെ ഒരാഴ്ച അങ്ങനെ നിൽക്കും. ആ ഒരു ഇതിൽ അങ്ങനെയാണ് വചനത്തിനോടൊക്കെ എനിക്ക് അന്നേരം ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വചനം വായിക്കുകയും അത് സ്ട്രൈക്ക് ചെയ്യുന്ന വചനങ്ങളാണ് ഞാനിങ്ങനെ എഴുതി വെക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അതിന് ശേഷം ഡിഗ്രിക്ക് ശേഷം ആണ് ഞാൻ ഫുൾ ടൈമറായിട്ട് പോകാൻ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായിട്ട് ഞാൻ പോയി. സെക്കൻഡ് ബാച്ച് ഫുൾ ടൈമറായിരുന്നു ഞാൻ. അന്ന് ഞാൻ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്തിരുന്ന മൂവാറ്റുപുഴയും ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം ആ ഭാഗത്തൊക്കെയായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ് എന്നിൽ സംഭവിച്ചത്. നവീകരണ ജീവിതത്തിൽ ശരിക്കും ഏറ്റവും അധികം എന്നെ ഒരു വലിയ മാറ്റങ്ങൾ ദൈവം അനുഗ്രഹിച്ചതും ഞാനെന്ന ഒരു വ്യക്തിത്വത്തെ മാറ്റിയതും ഒക്കെ ശരിക്കും ഈ ഫുൾ ടൈമർ ജീവിതമാണ്. ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷമാണ് ഒരു വർഷത്തെ ഈ കോളേജുകളിൽ കൂടിയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ആ യാത്രകളും ഞാൻ ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ പോകുന്നത്. ആ പ്രദേശമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എല്ലാം ദൈവം അങ്ങനെ ഒരുക്കി വെച്ച ഒരു സാഹചര്യങ്ങളായിരുന്നു. കർത്താവ് എത്രയധികമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്ന ആ വർഷമാണ് അത് ശരിക്കും എൻ്റെ പേഴ്സണാലിറ്റിയെ ശരിക്കും അങ്ങ് മാറ്റിമറിച്ചു. ശരിക്കും ഞാൻ മറ്റുള്ളവരോടായിട്ടൊന്നും വലിയൊരു മിണ്ടാട്ടമുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം വെച്ചാൽ മറ്റുള്ളവരോടൊക്കെ മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും പാടെ അങ്ങ് ദൈവം മാറ്റിമറിച്ച വലിയൊരു വർഷമായിരുന്നു ഈ ഫുൾ ടൈമർഷിപ്പ് വർഷം. അതിനുശേഷം ഞാൻ ഫുൾ ടൈമർഷിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ 2 വർഷം ഞാൻ പഠിക്കാനായിട്ട് പോയി. ബാംഗ്ലൂരിലുള്ള പഠനത്തിൻ്റെ സമയത്തും അവിടെയുള്ള ജീസസ് യൂത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ നല്ലൊരു ജീസസ് യൂത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ധർമാരാമിൻ്റെ അടുത്തുള്ള ബാംഗ്ലൂരിലെ RRC റിട്രീറ്റ് സെൻറ്ററിലും ഒക്കെ ഞങ്ങളാണ് അതിൻ്റെ റിട്രീറ്റ് സെൻറ്ററിനൊക്കെയുള്ള ആ സ്ഥലമൊക്കെ ശരിയാക്കും കാടുവെട്ടുമൊക്കെ ചെയ്ത് ഞങ്ങളാണ്. ഇന്നത് വലിയൊരു ധ്യാന സെൻ്ററാണത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ 2 വർഷം ഞാൻ അവിടെ ആയിരുന്ന സമയത്തൊക്കെ വലിയ ശുശ്രൂഷകൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതിനുശേഷം ആ സമയത്താണ് ജസ്റ്റ് ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് പോരുന്നതിൻ്റെ ആ സമയത്താണ് ഞാൻ ഈ കീബോർഡൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമാ. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരിക്കും എൻ മനസ്സിൽ
മനസ്സിൽ കാണും നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. സിബിച്ചൻ ഗാന ശുശ്രൂഷയെ തൻ്റെ മേഖലയായിട്ട്, അതായത് ദൈവം എന്നെ തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷ മേഖലയായിട്ട് കണ്ടുകൊണ്ട് ശുശ്രൂഷയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 വർഷം ബാംഗ്ലൂർ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. ബാംഗ്ലൂർ പഠനത്തിൻ്റെ അവസാന സമയത്താണ് ഞാൻ ഈ ധർമ്മരാമിലെ ഒരു ബ്രദർ എനിക്ക് കീബോർഡ് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അന്വേഷിച്ച് ആ സമയത്താണ് ഒരു ബ്രദർ എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ആ കോഴ്സ് തീരുന്നതിൻ്റെ അവസാന ഭാഗത്തായിരുന്നു. ആ സമയത്ത് കുറച്ച് കോഴ്സുകളൊക്കെ ഞാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഈ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഗ്രഹം ശരിക്ക് വരുന്നത് ഞാൻ ഡിവൈനിലൊരു ധ്യാനത്തിന് പോയപ്പോഴാണ്. ഡിവൈനിൽ ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാനൊരു ധ്യാനത്തിന് പോയായിരുന്നു. അപ്പം ഇങ്ങനെ അവിടെ ആൻ്റണി ഫെർണാണ്ടസ് ഇങ്ങനെ 1, 2, 3 ഒക്കെ ഓർഗണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന കേൾക്കുമ്പോൾ ഞാനത് ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് അത് കണ്ടുവന്നത്. അപ്പോൾ അന്നേരം എനിക്ക് ശരിക്കും അത് ഉള്ളിലൊരു ആഗ്രഹം വന്നു, ഇതെനിക്ക് ഒന്ന് പഠിച്ചാൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹം വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഈ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇവിടെ അടുത്ത സ്ഥലത്ത് കൂരാച്ചണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സാറിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഞാനിങ്ങനെ അത്യാവശ്യം കോഴ്സുകൾ പഠിച്ചു. പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ കുർബാനയുടെ പാട്ടുകളൊക്കെ അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു. അത് അത്രയൊക്കെ ആയിരുന്നു. ആ സാറിനും കുറേ അങ്ങനെ കോഴ്സുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സിവിന് വെസ്റ്റേൺ പഠിച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ കൈമുതലുള്ളത് ഈ കോഡ്സും പിന്നെ ഈ കുർബാനയുടെ ഈ പാട്ടുകളും അതിൻ്റെ ബിറ്റുകളൊക്കെ വായിക്കാനുള്ളത് അറിയത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ശരിക്കും ഈ കീബോർഡ് വായിക്കുമ്പോൾ ഇടത് കൈയും കൂടെ നമ്മൾ ഉപയോഗിക്കണമല്ലോ, ലെഫ്റ്റ് ഹാൻഡും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സാറ് പറഞ്ഞ് സിവി ഒരു വെസ്റ്റേണും കൂടെ ഏതെങ്കിലും സാറിൻ്റെ അടുത്ത് പോയി പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴിക്കോട് പോയി ഒരു സാറിൻ്റെ അടുത്ത് പോയി ചെന്ന് വെസ്റ്റേൺ കുറച്ച് പഠിപ്പിച്ചു. ആ സമയത്തേക്കും ആയപ്പോഴത്തേക്കും അന്നൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഓർഗൻ വായിച്ച് പാടുന്നവർ വളരെ കുറവായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പം പിന്നെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അച്ഛന്മാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അത്യാവശ്യം ഞാൻ കീബോർഡ്, ആ സമയത്ത് ഞാൻ കീബോർഡ് മേടിച്ചായിരുന്നു. ആദ്യം ഒരു കീബോർഡ് ഞാൻ മേടിച്ചായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ധ്യാന ശുശ്രൂഷകളിൽ പാട്ട് പാടാനൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഈ ഡിവൈനിൽ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ഈ ആൻ്റണി ഫെർണാണ്ടസ് വായിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടവകയിലൊന്ന് കുർബാനയിൽ വായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം ഞാൻ വായിക്കുന്നത് എൻ്റെ ഇടവകയിലാണ് വായിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഓഗസ്റ്റ് 15 ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 ഞാൻ വായിക്കുന്നത്. അപ്പോൾ അത് അന്ന് വലിയൊരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ വായിച്ചങ്ങ് പോയി. പിന്നെ വായിക്കുന്നത് എൻ്റെ വിവാഹം സെപ്റ്റംബർ 4 എൻ്റെ വിവാഹം ആണ്. ആ വിവാഹത്തിന് ശേഷം ഒരു ക്രിസ്മസ് രാത്രിക്കാണ് ഞാൻ പിന്നെ വായിക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് വായിക്കണം എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ഭാര്യയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വായിക്കുന്നത്. വായിക്കുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ പാട്ടുകൾ വരുമ്പോഴും എനിക്ക് അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ വായിച്ചു. അവസാനം ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം അത് തീർന്ന് ഞാൻ കീബോർഡ് എടുത്ത് പോന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വീട്ടിൽ വന്നപ്പോഴായിരുന്നു. എൻ്റെ ഭാര്യയും ഒക്കെ കല്യാണം കഴിഞ്ഞ് ഉള്ള സമയത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ചൊക്കെ തെറ്റിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ സ്ഥിതി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടണമെന്ന് തോന്നിപ്പോയായിരുന്നു. അപ്പോൾ അത്രയും ഒരു ഹൃദയഭേദമായിട്ടുള്ള സമയമൊക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ ഒരു കോഡ് പിടിക്കണമെങ്കിൽ തന്നെ എനിക്ക് 1 മണിക്കൂർ, ഒരു പാട്ട് ഏത് സ്കെയിലിലാണെന്ന് അറിയണമെങ്കിൽ 1 മണിക്കൂർ പിടിക്കുമായിരുന്നു. അപ്പോൾ ഈ കോഴ്സുകൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്നിട്ട് എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് പിന്നെ എനിക്ക് കീബോർഡ് വായിക്കാൻ ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് എനിക്ക് തോന്നി.
പക്ഷെ അന്ന് എനിക്ക് എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു സിബി എന്ന് പറഞ്ഞ ശാലോമിലൊക്കെ പണ്ടൊക്കെ വായിച്ചുകൊണ്ടിരുന്നൊരു സിബി ഉണ്ട്. അപ്പം പുള്ളിയോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ കീബോർഡൊക്കെ ഞാൻ കൊടുക്കാൻ പോവാണ്, എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പം ആ സിബി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാനിതിനേക്കാൾ അപ്പുറത്തായിരുന്നു, നീ ഇത്രയെങ്കിലും വായിച്ചില്ല, ഞാൻ അത്രയും പോലും വായിക്കാത്തതായിരുന്നു, പക്ഷേ ഇത് തമ്പുരാനോട് പ്രാർത്ഥിക്കും, നിനക്കത് കിട്ടും എന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഒരിക്കലൊരു വാശിയായി, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ രാത്രിക്കൊക്കെ ഇരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം പഠിച്ച രീതിയിലെല്ലാം ഞാൻ ചെയ്യാനായിട്ട് പറ്റി, ഞാൻ ചെയ്തു. പക്ഷേ അവിടെയൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ പാട്ട് എടുക്കണമെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. കോഡ്സ് ഇത് ഏത് പിച്ചിലാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്, എന്നാലും അത് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിനോട് കുറേ അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ധ്യാനം കൂടിയ സമയത്തൊക്കെ പരിശുദ്ധാത്മാവാണ് ഈ വരങ്ങളൊക്കെ തരുന്നതെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കാരണം ഇത് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ദിവസം ഒരു പുതിയ പാട്ടൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോഡ്സ് കിട്ടി, പിച്ച് കിട്ടി, വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത്, കാരണം ഞാൻ എൻ്റെ വായന അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് തമ്പുരാനിൽ ആശ്രയിച്ച് കഴിഞ്ഞപ്പം ദൈവം പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നി. അത് വലിയൊരു ദൈവാനുഭവമായിരുന്നു. അതിനുശേഷം എല്ലാം എനിക്ക് പെട്ടെന്ന് ഇത് കയ്യിലേക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ആകെയുള്ള കൈമുതൽ ഈ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ തമ്പുരാൻ എന്നെ വളർത്താൻ തുടങ്ങി, ധ്യാന പ്രോഗ്രാമിലേക്ക് പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ വെറുതെ ഈ റിതം ഇട്ടിട്ട് വെറുതെ അങ്ങ് പാടുമായിരുന്നു. പാട്ട് എനിക്ക് പാടാൻ അറിയാവുന്ന അങ്ങനെ ആയിരുന്നു പാടുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് കൗണ്ടർ വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. ഇപ്പം ലൈവായിട്ട് തന്നെ എനിക്ക് ഏത് പാട്ടും വായിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടി. അതൊരു വലിയൊരു തമ്പുരാൻ്റെ അനുഗ്രഹമാണ്. അല്ലാതെ എനിക്കത് ഇത്രയും പ്രായമായതിനു ശേഷം നമുക്ക് ഇതിങ്ങനെ വായിക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സിബിച്ചൻ ഇപ്പോൾ ഏത് റിട്രീറ്റ് സെൻ്ററിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഞാനിവിടെ അടുത്ത് വിൻസെൻഷൻകാരുടെ ഒരു റിട്രീറ്റ് സെൻ്ററാണ്, വിൻസെൻഷൻ ജൂബിലി റിട്രീറ്റ് സെൻ്റർ, ഇവിടെ പുതുപ്പാടിയിലുള്ള. അവിടെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ധ്യാനത്തിനും അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ കുർബാനയും നോവേനയും ഉണ്ട്. രാവിലെ 9 തൊട്ട് ഒരു ഉച്ച വരെ 1 മണി വരെയുള്ളത്. അതെല്ലാ ചൊവ്വാഴ്ച ഉള്ളതാണ്. പിന്നെ ധ്യാനമുണ്ട്, ഇതിനെല്ലാം ഞാൻ സഹായിക്കുന്നുണ്ട്. അവിടെ ആ റിട്രീറ്റ് സെൻ്ററിലാണ് സ്ഥിരമായിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ താമരശ്ശേരി രൂപതയിൽ തന്നെ പല അച്ഛന്മാരുടെ ധ്യാന ഗുരുക്കന്മാരുടെയൊക്കെ ഇടവക ധ്യാനത്തിനൊക്കെ പോകാറുണ്ട്. ഫുൾ ടൈം ശുശ്രൂഷയുണ്ട്, എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശുശ്രൂഷയുണ്ട്. പിന്നെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വായിക്കാനായിട്ട് പോകുന്നുണ്ട്. പള്ളികളിലുള്ള പരിപാടികൾക്ക് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. പുറത്തുള്ള മറ്റ് ഗാനമേള അങ്ങനെയുള്ളതിനൊന്നും ഞാൻ വായിക്കാനായിട്ട് പോകാറില്ല. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ,
കൃപയിന്നുറവിടമേ ആശ്വാസദായകനീ നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക് ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ശിവജ, ഇവരെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതെൻ്റെ ഭാര്യ അനു. പിന്നെ മൂത്ത മോളുണ്ട് മരിയ. അവൾ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ ആൾ ടെസ്സ +2 കഴിഞ്ഞു, ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു. എൻ്റെ കൂടെ ഒരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആൾ അന്ന കോട്ടയത്ത് നഴ്സിങ്ങിന് പഠിക്കുന്നു. നാലാമത്തെ ആൾ ഇസ +1 പഠിക്കുന്നു. പിന്നെ അമ്മ ആലീസ്, പപ്പ ചെറിയാൻ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ശിവജ, ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്ക് ധാരാളം ദൈവാനുഭവങ്ങളുണ്ടാകും. ഇതിൽ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? ഒത്തിരി ദൈവാനുഭവം ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു കടന്നു വരുന്നത് ഓർക്കുമ്പോൾ കഴിഞ്ഞ മാസം സംഭവിച്ച ഒരു വലിയൊരു ദൈവാനുഗ്രഹം. അത് എൻ്റെ മൂത്ത മോള് മരിയ നഴ്സിംഗ് കഴിഞ്ഞ അവൾ OETയുടെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പം ഈ പരീക്ഷയ്ക്ക് കുറച്ച് പൈസ കൂടുതൽ മുടക്കേണ്ട ഉണ്ട്. പിന്നെ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങ് പരീക്ഷ എഴുതാം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു. പക്ഷേ അത് വേറൊരാൾ വഴി ദൈവം ഇടപെട്ട് പരീക്ഷ എന്തായാലും എഴുതണം എന്നുള്ള ഒരു വലിയൊരു അപ്പം അങ്ങനെ ആ പരീക്ഷയുടെ പൈസ കൊടുക്കേണ്ട 2 ദിവസം മുമ്പാണ് ഈ ഇദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് എന്നോട് പറഞ്ഞു, മോളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേഗം പരീക്ഷയ്ക്കുള്ള പൈസ അടച്ചു. 1 മാസം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ മാസം അതിൻ്റെ പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ അവൾ നല്ല സ്കോറോടുകൂടി പാസ്സായി. എല്ലാ വിഷയത്തിനും B കിട്ടി. Bക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 350 മാർക്കാണ് വേണ്ടത്. അവൾക്ക് 420 മാർക്കോളം അവൾക്ക് കിട്ടി. ആദ്യത്തെ ചാൻസിൽ തന്നെ അവൾ OET പാസ്സായ ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം ദൈവം വേണ്ടതെല്ലാം നമുക്ക് തരുന്നു എന്നുള്ള വലിയൊരു ഒരു ചിന്തയാണ് എനിക്ക് മനസ്സിലായത്. വലിയൊരു ദൈവാനുഗ്രഹമാണ് അടുത്ത നാളിൽ സംഭവിച്ചത്. ശിവജൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു വർഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വിവാഹത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവ ശുശ്രൂഷയുടെയും ജൂബിലി വർഷമാണ്. ഇത്രയധികം ദൈവം നിങ്ങളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ശുശ്രൂഷയിൽ ധാരാളം വളർത്തി. ആ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ആത്മാവിന്നൾ താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു
ആ സ്നേഹസക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ആത്മാവിന്നൽ താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹസക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. നൊമ്പരമൊപ്പുന്ന കരങ്ങളാലേ അകതാരിൽ സൗഖ്യത്തിൻ സ്പർശമായി. നൊമ്പരമൊപ്പുന്ന കരങ്ങളാലേ അകതാരിൽ സൗഖ്യത്തിൻ സ്പർശമായി. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. തൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ഫുൾ ടൈം ശുശ്രൂഷയിലായിരിക്കുന്ന സിബിച്ചൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെയാണ് നാം ഈ സമയം ഇത്രയും അടുത്തറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.